തിരുവനന്തപുരത്ത് വീണ്ടും കുഞ്ഞിനോട് ക്രൂരത. 4 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അധ്യാപികയുടെ ക്രൂരത 24-നോട് തുറന്നു പറഞ്ഞ് 4 വയസ്സുകാരി. ഇന്ന് സ്കൂളിൽ എന്താ പറ്റിയേ? സ്കൂളിൽ പോയപ്പോ ടീച്ചർ ഉള്ളി തന്നു. നുള്ളിയോ? ഏത് ടീച്ചറാ? നസ്രിയമ്മ. ഇന്ന് എന്തിനാ നുള്ളിയേ? എന്ത് പറഞ്ഞിട്ടാ നുള്ളിയേ? ബാത്റൂമിൽ പോയപ്പോ. ആരോടും അമ്മയോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞോ? പറയണ്ടാന്ന്. ആരോട് പറയണ്ടെന്ന് പറഞ്ഞു? ഉമ്മച്ചിയോട്. പുറത്തു പറയാതിരിക്കാൻ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം 24-നോട് പരാതി പറഞ്ഞു. ഇന്ന് മോൻ സ്കൂളിൽ നിന്ന് കുട്ടിയെ കൊണ്ടുവന്ന് അപ്പം മോള് ഒരു ക്ഷീണിച്ചൊരു മാതിരി ഇരുന്ന് അപ്പോൾ എന്ത് മോളെന്ന് ചോദിച്ചു. അത് ടീച്ചർ വീട്ടിൽ ഒന്നും പറയരുത്. അപ്പോൾ എനിക്ക് കത്തി. അപ്പോൾ എന്തൊരു മോളെ പറയുന്നത് പറഞ്ഞപ്പോൾ അത് ടീച്ചർ നുള്ളി തന്നു. ഇവിടെ എനിക്ക് വേദന ഉണ്ട്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ കൊണ്ട് നോക്കിയപ്പോൾ പിള്ളേക്ക് അവിടെ കട്ടിക്ക് ചുവന്ന് മുഖം നടന്ന് നല്ല വേദനയുണ്ട്. മരുന്നിടാമെന്ന് സമ്മതിക്കില്ല. അത്തോടെ വേദനയ്ക്കണമ്മ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആര് മോളത് നുള്ളിയത് ചോദിച്ചു. കുട്ടികളൊന്നും ഇല്ല. ടീച്ചർ പേരും പറഞ്ഞു മോൾ. അപ്പം പറഞ്ഞു വീട്ടിൽ പറയരുത്, പ്രശ്നം ഉണ്ടാവും എന്ന് ടീച്ചർ പറഞ്ഞ് പേടിപ്പിച്ച് കൊച്ചിനെ വിട്ടിരിക്കുക. അപ്പം ഞാൻ ആ മോളം കൂട്ടിയിട്ട് ക്ലാസ്സിൽ പോയപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ടീച്ചർമാർ അവിടുത്തെ മാനേജർമാരെല്ലാം കണ്ടപ്പോൾ അവർ ഭയങ്കര അന്തം വിട്ടിരിക്കണം. അപ്പോൾ അവർ ടീച്ചറെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് ഞാൻ നുള്ളിയില്ല, എടുത്തില്ല എന്നെല്ലാം വഴക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഈ ക്യാമറയെല്ലാം നോക്കാം. അപ്പോൾ വൈകുന്നേരം മോളെടുത്ത് പറഞ്ഞു ക്യാമറ അല്ലെ ടീച്ചർ നുള്ളിയതായിട്ട് കാണണമെന്ന്. അപ്പോൾ അവർ മരുന്നെല്ലാം വാങ്ങിച്ചു തന്നു. ഞാൻ ഓഫീസിൽ നിന്ന് ഇവിടെ 5:30 എത്തി. അപ്പോഴാണ് ഈ സംഭവം കണ്ടപ്പോഴത്തേനും ആദ്യം ഭയങ്കര ഷോക്കായി പോയി. പിന്നെ ഞാൻ ടീച്ചേഴ്സിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6 മണി കഴിഞ്ഞ സമയത്ത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. ഇതുപോലെ സോറിയൊക്കെ പറഞ്ഞു, നാളെ മുതൽ മോളെ സ്കൂളിൽ വിടണം, ആ ടീച്ചറിനെ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് നാളെ ഇപ്പോൾ ഇന്ന് നുള്ളിക്കഴിഞ്ഞു, നാളെ എന്ത് സംഭവിക്കും എനിക്കറിയില്ല, കാരണം ഞാൻ ഇന്നേവരെ അവൾ നുള്ളിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ വേറെ ഒന്നും പറഞ്ഞില്ല. ഇനി മോളെ ആ സ്കൂളിലേക്ക് വിടുന്നില്ല? ഇല്ല, വിടുന്നില്ല. ഞങ്ങൾക്ക് ഒറ്റ ഇതേ ഉള്ളൂ. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ് ആ ഒരു ഡൊണേഷനും ഇതുവരെയ്ക്കും ഫീസും. കാരണം മറ്റ് സ്കൂളിനെ അപേക്ഷിച്ച് ഈ സ്കൂളിലെ ഫീസ് വളരെ കൂടുതലാണ്. കാരണം ബാക്കി സ്കൂളിൽ 3 ടേം ഫീസേ വരുന്നുള്ളൂ. ഇവിടെ 4 ടേം ഫീസാണ്. അത് ഒരു ടേമിന് 9,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അത്രയും വിശ്വസിച്ചാണ് അവരെ ഏൽപ്പിക്കുന്നത് കുഞ്ഞിനെ. സ്കൂളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ക്രൂരതയുടെ വിവരം പുറത്തു വന്നത്. 24 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പിന്നെയും ഈ കുഞ്ഞുങ്ങളുടെ ക്രൂരത കാണിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ കൂടുകയാണല്ലോ. എന്താണ് സംഭവിച്ചത്? ലേറ്റസ്റ്റ് വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വീണ്ടും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത തുടരുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇന്നലെ വൈകിട്ടാണ് 4 വയസ്സുള്ളൊരു കുഞ്ഞിന് ഇത്തരത്തിലൊരു അതിക്രമം നേരിടേണ്ടി വന്നത്. ഈ സ്കൂളിൽ വെച്ച് കുഞ്ഞിന്റെ അധ്യാപിക ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചു എന്നതാണ് പ്രധാനമായും കുടുംബം തന്നെ 24-നോട് പറയുന്ന കാര്യം. ഈ വൈകുന്നേരം സ്കൂൾ വിട്ട് ഈ കുഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് ബന്ധുക്കൾ ഈ കാര്യം അറിയുന്നത്. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ജോലിക്ക് പോയിരുന്നു. വൈകിട്ട് സ്കൂളിൽ നിന്ന് കുഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അമ്മുമ്മ ഈ കുഞ്ഞ് ആരോടും മിണ്ടാതെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ആദ്യം കുഞ്ഞിന്റെ അമ്മുമ്മ കുഞ്ഞിനോട് ചോദിക്കുന്നത്. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ തന്നെ പേടികൊണ്ട് കുഞ്ഞ് സംസാരിക്കാൻ തയ്യാറായില്ല. ഈ കുളിപ്പിക്കുന്ന സമയത്താണ് കുഞ്ഞിന് വേദന അനുഭവപ്പെടുകയും അമ്മുമ്മ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സ്വകാര്യ ഭാഗത്ത് വളരെ ക്രൂരമായ തരത്തിൽ കുഞ്ഞിനെ മുറിവേൽപ്പിച്ചതായി കണ്ടെത്തുന്നത്. തുടർന്ന് ഈ സ്കൂളിൽ എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ അധ്യാപിക ഇക്കാര്യം സമ്മതിക്കുന്നില്ല, താനൊന്നും ചെയ്തില്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഈ സ്കൂൾ അധികൃതർ CCTV പരിശോധിക്കാമെന്ന് പറയുകയും CCTV പരിശോധിച്ചപ്പോഴാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കാര്യം ഈ CCTVയിൽ വ്യക്തമായത്. തുടർന്ന് ഈ അധ്യാപികയെ അവിടെ നിന്ന് മാറ്റും, ആ ക്ലാസ്സിൽ ഇനി അധ്യാപിക ഉണ്ടാകില്ല എന്നുള്ള ഒരു കേവലം ന്യായം മാത്രമാണ് സ്കൂൾ അധികൃതരുടെയും ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല ഈ കുഞ്ഞിന് നൽകാനായി കുറച്ച് മരുന്ന് ഈ കുടുംബത്തെ ഏൽപ്പിച്ച ശേഷം മടക്കി അയക്കുക മാത്രമാണ് സ്കൂൾ അധികൃതരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ശക്തമായൊരു നടപടി വേണമെന്നതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഈ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി തന്നെയാണ് ആ വിവരം കുഞ്ഞ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. കുഞ്ഞ് ഈ ആരോടും തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഈ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന കുഞ്ഞായിരുന്നു. പക്ഷേ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം കുഞ്ഞ് ആരോടും മിണ്ടുന്നില്ല. മാനസികമായി വലിയ ബുദ്ധിമുട്ട് ഈ 4 വയസ്സുള്ള ഈ ഒരു പെൺകുഞ്ഞ് അനുഭവിക്കുന്നു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഇന്ന് രാവിലെയോടുകൂടി തന്നെ പോലീസിൽ കംപ്ലൈന്റ് നൽകും, CWCയിൽ അടക്കം പരാതി നൽകും
നൽകുമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് കൂടി ഈ കുടുംബം പറയുന്നുണ്ട്. നേരത്തെയും ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് സമാനമായ അല്ലെങ്കിൽ അത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നടപടി വേണമെന്ന് പറയുന്നു. പിന്നീട് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് ഈ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനി ഒരിക്കലും ആ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ആ സ്കൂളിലേക്ക് പോകാൻ കുഞ്ഞിന് പേടി എന്നതാണ് ആ 4 വയസ്സുള്ള കുഞ്ഞ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ സ്കൂളിലേക്ക് വിടുന്നില്ല എന്നും നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് കുടുംബം അറിയിക്കുന്നത്. ഓക്കെ, എം ജി പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇങ്ങനെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാനൊക്കെ മനസ്സ് വരുന്ന ഈ ടീച്ചർമാരെ കുറിച്ച് നമ്മൾ എന്താ പറയുക?